രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഥാരാഘവീയം രാമായണ പ്രഭാഷണ പരിപാടി സമാപിച്ചു. മുൻ DGP അലക്സാണ്ടർ ജേക്കബാണ് അവസാന ഭാഗം കഥാരാഘവീയം നയിച്ചത്. രാജ്യത്ത് ഭരിക്കുന്ന ജീവിക്കുന്ന സാധാരണക്കാർക്കും രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട അവരനുവർത്തിക്കേണ്ട ഗുണഗണങ്ങളെപ്പറ്റി ലോകത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വാത്മീകിയുടെ രാമായണം. പക്ഷേ AD 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ശ്രീരാമൻ ഈശ്വരനായി ദശാവതാര കഥയിലെ ശ്രീരാമനായി മാറി. അതോടെ രാമായണ കഥയ്ക്ക് മാറ്റമുണ്ടായി. ആ രാമായണ കഥയ്ക്ക് ആ മാറ്റം ഉണ്ടായ ശേഷം ആദ്യമായ ആ കഥയിൽ വളരെ ശ്രദ്ധാർഹമായൊരു മാറ്റം ഉണ്ടാവുന്നത് കാളിദാസൻ രഘുവംശം എഴുതിയപ്പോഴാണ്. ശ്രീരാമനെയും ശ്രീരാമന് മുമ്പുള്ള 3 രാജാക്കന്മാരെയും ശ്രീരാമന് ശേഷമുള്ള 3 രാജാക്കന്മാരെ 7 രാജാക്കന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് രഘുവംശം എഴുതി. കാളിദാസൻ രഘുവംശം എഴുതിയപ്പോഴേക്കും ശ്രീരാമന് വാത്മീകി പറഞ്ഞ രാമനിൽ നിന്ന് വളരെ വലിയ വ്യത്യാസമുണ്ടായി. വ്യത്യസ്ത ദിവസങ്ങളിലായി ഒട്ടേറെ പ്രമുഖർ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തു. സൗമ്യ അനിരുദ്ധൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഡോക്ടർ സജിത് യവൂരത്ത്, രാഹുൽ ശ്രേഷ്ഠഭാരതം, ഡോക്ടർ ഷീജ വക്കം തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. C ഹരിദാസ്, ക്ഷേത്രം സെക്രട്ടറി ചാത്തമ്പത്ത് മോഹനൻ നായർ, കവി ജയചന്ദ്രൻ പൂക്കരത്തറ, സുരേഷ് കാരാട്ട്, മധുസൂദനൻ ചീരുളി എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി.